الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അഅമാലുകളെ ഈമാനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന് നാം അന്ന് പറഞ്ഞു. തൗഹീദാണ് അടിസ്ഥാനം. തൗഹീദ് രണ്ട് തരമാണ്. ഒന്ന് എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന വിഷയത്തിലുള്ള തൗഹീദ്, തൗഹീദുർ റുബൂബിയ്യ. അല്ലാഹു അല്ലാതെ റബ്ബില്ല എന്ന വിഷയം അവിടെ ഇല്ല. അല്ലാഹു ആണ് എൻ്റെ റബ്ബ് എന്നതാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞവർ സുമ്മസ്തഖാമു, എന്നിട്ടതിൽ മരിക്കുന്നത് വരെ കൃത്യമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ. അടിസ്ഥാന വിഷയം അല്ലാഹു അല്ലാത്ത റബ്ബില്ല എന്ന് അംഗീകരിക്കലല്ല, അല്ലാഹു ആണ് റബ്ബ് എന്ന് അംഗീകരിക്കലാണ്. തിരിച്ചറിയണം. കാരണം റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ ലാ ഇല്ല, നിഷേധമില്ല. കാരണം അങ്ങനൊരു സംവിധാനം ലോകത്തില്ല. ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ അല്ലാഹു ആണ് റബ്ബ്, ദൈവം എന്നൊക്കെ ഏത് ഭാഷ പറഞ്ഞാലും 100% മനുഷ്യരും അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. ഏത് മതക്കാരാവട്ടെ. നാം പണ്ടേ അത് വിശദീകരിച്ചിട്ടുണ്ടെന്ന്.
ലോകത്ത് ആദ്യമുണ്ടായ മതം ദ്രാവിഡ മതമാണ്. നാം പറഞ്ഞു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അവർ മതമുണ്ടാക്കിയത്. അവർ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. ഇടയാളുകളായിട്ട് ദേവീദേവന്മാരെ ഉണ്ടാക്കി. വ്യത്യാസമുണ്ട്. ദൈവവും ദേവീദേവനും വ്യത്യാസമുണ്ട്. ദൈവം റബ്ബായ അള്ളാഹുവാണ്, അത് ഏത് മതക്കാരൻ പറഞ്ഞാലും. ദേവീദേവന്മാർ അത് ഇടയാളുകളാണ്, ഇസ്തിഗാസക്ക് വേണ്ടി തവസ്സലിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് അവർ കാഫിറായത്. രണ്ടാമത്തെ മതം ആര്യമതമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്താണ് അവർക്ക് അവലംബം. അവരെന്തുകൊണ്ട് കാഫിറായി? അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹു അല്ല റബ്ബ് എന്ന് പറഞ്ഞത് കൊണ്ടല്ല അവർ കാഫിറായത്. അള്ളാഹുവിനെ തന്നെയാണ് അവർ അംഗീകരിക്കുന്നത്. ദൈവം എന്നവർ പറയുന്നത് അള്ളാഹുവിനെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ കാഫിറായത്? അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഭഗവന്മാരെ ഇടയാളുകളാക്കി. അതുകൊണ്ടാണ് അവർ കാഫിറായത്. അതുകൊണ്ടാണ് അവർ മതക്കാരായത്. മൂന്നാമത്തെ മതം ജൂതമതമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ജൂതമതം ഉണ്ടായത്. പിന്നെ എന്തുകൊണ്ട് അവരും കാഫിരിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടു? ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബായി, കിതാബ് നൽകപ്പെട്ടവരാണ് ജൂതന്മാർ. എന്തുകൊണ്ടാണ് അവർ കാഫിറായത്? അവരംഗീകരിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു തന്നെയാണ് അവർ വിളിക്കുന്നത്. ദൈവം എന്ന് വിളിക്കുന്നതിന് പകരം അവർ അള്ളാഹു തന്നെയാണ് ജൂതന്മാരെ വിളിക്കുക. അള്ളാഹുവേയും അവരുടെ ദുആ ചെയ്യുക അവരുടെ ഭാഷയിൽ, ഇബ്രു ഭാഷയിൽ. പിന്നെ എന്തുകൊണ്ട് അവർ കാഫിറായി? മഹാനായ ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇടയാളാക്കി. വഖാലത്തിൽ യഹൂദു ഉസൈറു ബിനുല്ലാഹ്. അതുകൊണ്ടാണ് അവർ കാഫിറായത്. അള്ളാഹുവിനെ നിഷേധിച്ചതുകൊണ്ടല്ല, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ നിഷേധിച്ചത് കൊണ്ടല്ല, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് അംഗീകരിക്കാത്തത് കൊണ്ടല്ല. അള്ളാഹു അല്ലാത്തൊരു റബ്ബിനെ അവർ പരിഗണിക്കുന്നേ ഇല്ല. അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ദൈവം. ഇടയാളായിട്ട് ഉസൈറിനെ വെച്ചു. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഉസൈർ നബിയാണെന്നും അഭിപ്രായമുണ്ട്, വലിയാണെന്നും അഭിപ്രായമുണ്ട്. നമ്മളെല്ലാം വലിയല്ലാഹു എന്ന് പറയുന്ന ആളാണ് ഉസൈർ. ആ ഉസൈറിനെ ഇടയാളാക്കി. അതെ, അവിടെ ഖുതുബിയത്ത് അതായിരുന്നു, യാ ഉസൈർ യാ ഷൈഖ് യാ ഉസൈർ യാ ഷൈഖ് യാ ഉസൈർ. ഇതാണ് ജൂതന്മാരെ ഖുതുബിയത്ത്. നമ്മൾ കാര്യങ്ങളൊക്കെ വേറെ വഴിക്ക് വിടുകയും നമ്മുടെ നാട്ടിന്റെ ഭാഷ അനുസരിച്ച് ദീനുൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഏത് സ്റ്റേറ്റുകാരായാലും നമ്മൾ ദീനുൽ ഇസ്ലാമിനെ ഇന്ത്യൻ ഭാഷ അനുസരിച്ച് വ്യാഖ്യാനിച്ചതിന്റെ ദുരന്തമാണത്. അതുകൊണ്ടാണ് ജൂതന്മാര് കാഫിറായത്. പിന്നെ വരുന്നത് ക്രിസ്ത്യാനികളാണ്. യഹോവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്. ബൈബിളിൽ യഹോവ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റിയാണ്. പിന്നെ എന്തുകൊണ്ട് അവരും കാഫിറായി? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മറിയത്തെയും അവർ ഇടയാളുകളാക്കി. അവരെ ഖുതുബിയത്ത് യാ ഈസ യാ റസൂൽ യാ ഷൈഖ് യാ ഈസ, ഇതാണ് അവരുടെ ഖുതുബിയത്ത്. ഖുർആൻ വഖാലത്തിൻ നസാറ അൽ മസീഹു ബിനുല്ലാഹ്, നസാറാക്കൾ വാദിച്ചു ഈസാ മസീഹ് അള്ളാഹിന്റെ മോനാണ്. എന്തിനാണ് ഈ അള്ളാഹുവിന്റെ മോനാണ് എന്ന് പുരോഹിതന്മാര് സാധാരണക്കാരനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത്? ഇവിടുത്തെ പുരോഹിതന്മാർ, നമ്മുടെ ശീലി പുരോഹിതന്മാരെ, ഔലിയാക്കളെ അള്ളാഹുവിന്റെ അടുത്ത ആളാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനെ കുറച്ചും കൂടി കട്ടി കൂട്ടിയതാണ് അവര്. സംഗതി സെയിമാണ്. ജൂതനാവട്ടെ, മജൂസി, ജൂതനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഷിയാക്കളാവട്ടെ, വിശ്വാസം എല്ലാം സെയിമാണ്. അതിനേക്കാൾ കുറച്ച് കടുപ്പ അവർ കൂട്ടിയെന്ന് മാത്രം. അള്ളാന്റെ മകൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ പറ്റിക്കാൻ എളുപ്പമുണ്ട്. വലിയകൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്നവരാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അള്ളാഹുവിനോട് അവർ പറഞ്ഞിട്ട് വാങ്ങിത്തരും എന്ന് പറയുമ്പോഴുള്ള ഇഷ്ടം, ആ രീതിയിൽ വലിയകളോട് ഇഷ്ടം കൂട്ടുന്നു. ഷിയാക്കൾ എന്താണ് എല്ലാ കാലഘട്ടത്തിലും ചെയ്തുകൊണ്ടിരുന്നത്? അവർ ഷിയത്ത് വികസിപ്പിക്കുക, അതായത് ഔലിയാക്കളോടുള്ള മഹബത്തിൽ കാര്യങ്ങൾ നേടണം എന്ന് വിശ്വസിപ്പിക്കാൻ ഷിയാക്കൾ വലിയ സമ്മേളനം വിളിക്കും. ആയിക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കും. കാരണം ഷെയ്ഖ് പങ്കെടുക്കുന്നുണ്ട് എന്ന് വിളംബരം ചെയ്യും. ഈ സൂഫി ഷെയ്ഖുകൾ അങ്ങനെയാണ് പഴയ ചെയ്യുക. സൂഫി ഷെയ്ഖുകൾ ആ രീതിയിലാണ് ആളെ കൂട്ടുക. എന്നിട്ട് പഴയ കാലത്ത് പേർഷ്യൻ രാജ്യങ്ങളിൽ നടന്നത്, അവർ സ്റ്റേജിൽ ഒരു കുഷ്ഠരോഗിയെ ഇരുത്തും. എന്നിട്ട് ഈ ഷെയ്ഖ് പ്രസംഗിക്കും. ഇദ്ദേഹത്തെ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ കണ്ടോ, ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടോ? കണ്ടു. പരിതാപകരമാണ്, കുഷ്ഠരോഗിയാണ്. എന്നിട്ട് ചോദിക്കും ഷെയ്ഖ് സദസ്സിനോട്, ഈ രോഗം ആര് കൊടുത്തതാണ്? സംശയമില്ലാതെ സദസ്സ് പറയും അള്ളാഹു കൊടുത്തതാണ്. എല്ലാവർക്കും സംശയമില്ലല്ലോ.
അള്ളാഹു കൊടുത്തതാണ്. അള്ളാഹുവാണ് മാലിക്കുൽ അംറ. രോഗത്തെ കൊടുക്കേണ്ടവൻ അള്ളാഹുവാണ്, അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇതാ മരിൽതു ഫഹുവ യശ്ഫി. ഉടൻ തന്നെ ആള് ചോദിക്കും, ഇതിനൊരു ശമനം വേണമല്ലോ, ഇതൊന്ന് സുഖമായി കിട്ടണമല്ലോ, അതിന് നാം എന്ത് ചെയ്യും? അതിനാണ് നമ്മുടെ ഈ ഷേഖ് അവരെ കൈ പിടിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് സൂഫിസത്തിന്റെ പ്രചരണത്തിന്റെ ശൈലി? അള്ള രോഗം കൊടുക്കുന്നവൻ, ഷെയ്ഖ് രോഗം മാറ്റുന്നതാണ്. ഇപ്പൊ സാധാരണക്കാരനാര്യ സ്വാഭാവികമായിട്ടും വിശ്വസിക്കുക, ഷെയ്ഖിനെ വിശ്വസിക്കും. കാരണം ഈ പറയുന്നവർക്കൊന്നും തുടക്കം മുതലേ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിന്റെ ഇന്ത്യയിലെ പൊതുവസ്ഥ അതാ. 1430 കൊല്ലമായി ഇന്ത്യയിൽ ഇസ്ലാം വന്നിട്ട് ഈ 1430 കൊല്ലത്തിന്റെ ഇടയിൽ 1200 കൊല്ലമായിട്ട് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യമായ നിസ്കാരം മുതൽ അങ്ങോട്ട് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇന്നും എന്തുകൊണ്ടാണ് ഷഹാദ ചർച്ച ചെയ്യാതിരുന്നത്? ഷഹാദ ചർച്ച ചെയ്താൽ ഷെയ്ഖും വലിയും നാട് കടക്കേണ്ടി വരും. കാരണം ലാ ഇലാഹ, അവിടെ ലാ നെഗേഷൻ, അത് വിപ്ലവമാണ്. അതെ, ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് പറയുമ്പോഴാണ് വിപ്ലവം ഉണ്ടാകുന്നത്. ഒരാളൊരു കാര്യം പറയുമ്പോൾ അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ വിപ്ലവം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനിപ്പോ ഒരു കാര്യം പറയുന്നു, ഒന്ന് നിലനിർത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ, കുഴപ്പമില്ല, അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങൾ ഒരാൾ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ പ്രശ്നമായി. മുർസലീങ്ങൾ മുഴുവനും ആ പ്രശ്നക്കാരാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള മുഴുവൻ മുർസലീങ്ങളും ലാൻഡ് ആളാണ്. അന്ന് നിലവിലുള്ള ജാറ സിദ്ധാന്തത്തെ മുഴുവനത്തിലേക്കും ഇല്ല എന്ന് പറയാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ടാണ് വിപ്ലവം ഉണ്ടായത്. അതേസമയം നബിമാരുടെ കാലഘട്ടത്തിൽ വിപ്ലവം ഉണ്ടായിട്ടില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വിപ്ലവം ഉണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ശീസ് നബിന്റെ കാലഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആവശ്യമില്ല. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് പ്രശ്നങ്ങളില്ല. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബോധി പഠിച്ച ഉസ്താദുമാരാണ് വദ്, സുവാദ്, യഊഖ്, യഹൂസ്. ആ ഉസ്താദുമാരുടെ കാലഘട്ടത്തിൽ വന്ന് ഇറാഖിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്നതിൽ നിന്ന് ആ സമൂഹം വ്യതിചലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 10 തലമുറ അവർ ഫുള്ള് തൗഹീദിലാണ്. കുല്ലുഹും ഫി തൗഹീദ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവരെ പറ്റി പറയാൻ കാരണം എന്താ? അല്ലാഹു റബ്ബാണ് എന്നതിൽ നിന്ന് അവർ വ്യതിചലിച്ചിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമുഖീകരിക്കുന്നത് 11ാമത്തെ തലമുറയെയാണ്. അപ്പോഴേക്കും അല്ലാഹുവാണ് റബ്ബ് എന്നതിനെ അവര് മാറ്റി. ഈ 5 വലിയുകൾ അള്ളാഹുവിന്റെ ഇടയാളുകളാണ് എന്ന വാദവുമായിട്ട് മൗലാനമാരും ശൈഖുനമാരും ആ കാലഘട്ടത്തിൽ വന്നു. അതോടുകൂടി ലാ നിലവിൽ വരേണ്ടി വന്നു. ലാ എന്ന തൗഹീദിന്റെ നെഗേഷൻ ആർട്ടിക്കൽ, ലാ എന്ന മതം ഇല്ല എന്നത് ഒന്നത് നൂഹ് നബിയുടെ നാവിലാണ്. എന്തില്ല? ഈ 5 വലിയകൾക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതാണില്ല. പിന്നെ ആർക്കേ കഴിയുള്ളൂ? ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമേയാണ് തൗഹീദിന്റെ കലിമ നിലവിൽ വരുന്നത്. തുടർന്നങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ഈ രീതിയിലാണ് പരീക്ഷിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലദീ അഹ്സന അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ജീവിത മരണങ്ങളെ തർത്തീബാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, അമൽ ചെയ്യുമ്പോൾ ഇഹ്സാൻ ചെയ്യുന്നവരാരാണ്. നമ്മളത് അർത്ഥം വെച്ച് ഓളാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. നന്മ ചെയ്യുന്നവരാരാണെന്ന് പരീക്ഷിക്കാം. നന്മ ജീവിതക്കാരാണ് ലോകത്തുള്ളത്. ദ്രാവിഡായ മതക്കാർ നന്മ ചെയ്യുന്നവരല്ലേ? ക്രിസ്ത്യാനികളെ പോലെ ഭൗതിക കാര്യത്തിൽ നന്മ ചെയ്യുന്നവരെ ആരാളുള്ളത്? ഇന്ന് മുസ്ലിങ്ങളെ കൊണ്ട് കഴിയും. ക്രിസ്ത്യാനികൾ ചെയ്യും പോലെ ആതുര സേവനം ചെയ്യാൻ കഴിയുമോ? അത് അബ്ദുല്ലാഹ് ബിൻ അംർ ഇബ്നു ആസിന്റെ ഹദീസിൽ നിന്ന് വളരെ കൃത്യമായി വിശദീകരിക്കപ്പെട്ട വിഷയമല്ലേ? അശബദർക്ക് ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിച്ചു. എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയം റോമാക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ ഉണ്ടാകുക, ദുനിയാവിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. ആരാണ് റോമാക്കാർ? ക്രിസ്ത്യാനികളാണ്. എന്നിട്ട് അബ്ദുല്ലാഹ് ബിൻ അംർ ഇബ്നു ആസ് എന്നാണ് ഹദീസ്. അതിൽ അബ്ദുല്ലാഹ് ബിൻ അംർ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ ആതുര സേവനത്തെ പറ്റിയൊക്കെ എന്നേ ചർച്ചയുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. എത്തിങ്ങാൻ നടത്താൻ നമുക്ക് പഠിപ്പിച്ചത് ക്രിസ്ത്യാനികളല്ലേ? ആശുപത്രി നടത്താൻ പഠിപ്പിച്ചത് ക്രിസ്ത്യാനികളല്ലേ?
ക്ലിനിക്ക് നടത്താൻ പഠിപ്പിച്ച ക്രിസ്ത്യാനികളല്ലേ? ആംബുലൻസ് നടത്താൻ പഠിപ്പിച്ചത് ക്രിസ്ത്യാനികളല്ലേ? ഫസ്റ്റ് എയ്ഡ് പഠിപ്പിച്ചത് ക്രിസ്ത്യാനികളല്ലേ? ആതുര സേവന രംഗത്ത് അവരെ പോലെ മുമ്പോട്ട് പോകാൻ ആരെ കൊണ്ട് പറ്റും? അതെ, അതിനൊക്കെ അല്ലാഹു തആല അവർക്ക് പ്രതിഫലവും കൊടുക്കും. പക്ഷെ ദുനിയാവിലായിരിക്കും, ആഖിറത്തിൽ കിട്ടില്ല. ദുനിയാവിൽ ഏത് മതക്കാരൻ എന്ത് നന്മ ചെയ്താലും പ്രതിഫലം കൊടുക്കാമെന്ന് അള്ളാഹുവിന്റെ വഅദയാണ്. ഇവിടുത്തെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ മജൂസിയോ നിരീശ്വരവാദിയോ ഭൗതികവാദിയോ ഫാസിസ്റ്റോ സയനിസ്റ്റോ നാസിസ്റ്റോ ആരോ ആവട്ടെ, ഇവരാരും മനുഷ്യോപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹ് കൊടുത്തിരിക്കും. നീ ഫാസിസ്റ്റാന്ന് പറഞ്ഞാൽ എഴുത്തള്ളിയൊന്നും ചെയ്യില്ല. എഴുത്തള്ളിൽ നമ്മളെ പരിപാടിയാണ്. ഇവരെല്ലാം അള്ളാഹുവിന്റെ ഖൽഖുള്ള, അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹിന്റെ സൃഷ്ടിയാണ് അവർ. മനുഷ്യൻ വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ മനുഷ്യരെ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട്. ആദരവ് ദുനിയാവിൽ അള്ളാഹു തആല നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ആര് എന്ത് കുരുത്തക്കേട് വെച്ചാലും അള്ളാഹിനെ പൊളിച്ച തെറി പറയുന്നവന്റെയും കയ്യിൽ ദുനിയാവ് അള്ളാഹു തആല ഏൽപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ നീതിയാണ്, അള്ളാഹുവിന്റെ സുന്നത്താണ്, നടപടിക്രമമാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അത് മദർ തെരേസ ആയാലും ശരി, ഒരു തുള്ളി വെള്ളം കിട്ടൂല ആഖിറത്തിലെത്തിയാൽ. അത് ഈ പറയുന്ന ഗാന്ധിജി ആയാലും ഈ പറയുന്ന മദർ തെരേസ ആയാലും ആഖിറത്തിലെത്തിയാൽ ഒരു തുള്ളി വെള്ളം കിട്ടൂല. കാരണം ആഖിറത്തെ അള്ളാഹു ചർച്ച ചെയ്യുന്ന ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ലാതാണ് ആഖിറത്തിൽ ഒരു ചർച്ചയും ഇല്ല. അവിടെ നിങ്ങളെ മതേതരത്വമോ മതസൗഹാർദ്ദമോ നിങ്ങളെ മറ്റേ സഹവർത്തിത്വം അതൊന്നും നാളെ ആഖിറത്തിലുള്ള ചർച്ച ചെയ്യില്ല. ആഖിറത്തിലുള്ള ചർച്ച ചെയ്യുക ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമാണ്. ഒരുത്തൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാം അല്ലാത്ത ഒരു വ്യവസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ, മദർ തെരേസ ക്രിസ്ത്യാനിസത്തെ പരിഗണിച്ചുകൊണ്ടാണ്, അതേപോലെയുള്ളവരെല്ലാം അവരുടെ മതത്തെ പരിഗണിച്ചുകൊണ്ടാണ് നന്മകൾ ചെയ്തത്. അതേപറ്റി തന്നെയാണ് അല്ലാഹു തആല ഈ പറഞ്ഞത്. ഷിയാക്കൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നവരാണ്. ആയിരക്കണക്കിന് അറബി കോളേജുകൾ, ആയിരക്കണക്കിന് മദ്രസകൾ, ആയിരക്കണക്കിന് മിസ്കീൻ ഖാന, ആയിരക്കണക്കിന് മുസാഫിർ ഖാന, എല്ലാ ഖാനകളും ഉള്ളവരാണ് ഷിയാക്കൾ. അതിനുള്ള പ്രതിഫലം അല്ലാഹു തആല ദുനിയാവിൽ വാരിക്കോരി കൊടുക്കാമെന്ന് ഏറ്റതുമാണ്. കൊടുക്കുന്നുണ്ടല്ലോ. സമൂഹത്തിലെ ഖാറൂന്മാരെയും ഫിറൗന്മാരെയും അല്ലാഹു തആല തീറ്റിപ്പോറ്റ് അല്ലേ ഭൂമിയിൽ കോടികൾ നൽകിയിട്ട് അല്ലേ? അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന സേവനങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ശരി ഇസ്ലാം അല്ലാത്തൊരു വ്യവസ്ഥിതിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എങ്കിൽ, നിരീശ്വരവാദികൾ കമ്മ്യൂണിസ്റ്റുകൾ നന്മകൾ ചെയ്യുന്നില്ലേ? അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ലേ? തൊഴിലാളികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ലേ? എന്ത് നന്മ ചെയ്താലും ശരി ആ നന്മ ദുനിയാവിൽ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടിയിരിക്കും. പക്ഷെ ഇസ്ലാം അല്ലാത്ത ഒരു വ്യവസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ, ഒന്നിക്കൽ സെക്യുലറിസം അല്ലെങ്കിൽ സോഷ്യലിസം അല്ലെങ്കിൽ എന്ത് സാവട്ടെ, നിങ്ങൾ എന്തിനെയാണോ പരിഗണിച്ചിട്ടാണോ ആ നന്മ നിങ്ങൾ ചെയ്യുന്നത്, ആരുടെ നിർദ്ദേശത്തെ മാനിച്ചിട്ടാണോ ആ നന്മ ചെയ്യുന്നത്, ഒരാദർശ വിഷയം എന്ന നിലക്കത് പരിഗണിക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു പറഞ്ഞു ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. വഹുവ അവൻ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. അവിടെ അല്ലാഹു തആല എടുത്തു പറഞ്ഞത് അവൻ ആഖിറത്തിലൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ്. ആയത്തിന്റെ അർത്ഥം എന്താ? പിന്നെ വഹുവ ഫിൽ ആഖിറത്തി, അവൻ ആഖിറത്തിൽ മിനൽ ഖാസിരീൻ, എല്ലാം നഷ്ടപ്പെട്ടവന്റെ കൂട്ടത്തിലാണ്. ഈ നന്മകളൊന്നും ഒരു കുടിവെള്ളം, ഒരു തുള്ളി വെള്ളം അവിടെ കിട്ടൂല. അതേ ദിവസത്തിൽ ദുനിയാവിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? അള്ളാഹു എങ്ങാനും ഈ ദുനിയാവിനും ദുനിയാവിന്റെ വസ്തുക്കൾക്കും ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ ചിറകോളം വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കടുപ്പുള്ള വാക്കാണ്. ഒരു കാഫിറിന് അല്ലാഹ് ഈ ദുനിയാവൊന്ന് കുടിപ്പിക്കൂല, ശുർബത്തമാ, ഒരു തുള്ളി വെള്ളം കുടിപ്പിക്കൂല ഈ ദുനിയാവിൽ നിന്ന്. അതേ ദിവസത്തിൽ എല്ലാവർക്കും ഇഷ്ടം പോലെ കുടിക്കാനും തിന്നാനും കൊടുക്കുകയല്ലേ അല്ലാഹ്. എന്താ കാര്യം? ആദർശം പരിഗണിച്ചുകൊണ്ടല്ല അള്ളാഹു ഈ ദുനിയാവിൽ മനുഷ്യർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ആഖിറത്തിലെ സൗകര്യം ഇസ്ലാമിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇതാണ് 313 മുർസലീങ്ങളും. നാളെ ആഖിറത്തിലേക്കുള്ള സൗകര്യത്തിന് വേണ്ടി ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താ? അള്ളാഹുവിനോടൊപ്പം ആരെയെങ്കിലും കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. അവിടെയാണ് ലാ വരുന്നത്. ലാ ഇലാഹ ഇല്ല. ലാന്റെ പ്രസക്തി ഭയങ്കരമാണ്. ഭൂലോകത്ത് ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവം ഉണ്ടാക്കിയ ഒരു പദമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഇല്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. ഇലാഹ്, അല്ലാഹു അല്ലാത്ത
ഒരു നബി, ഒരു റസൂൽ, ഒരു ജിന്ന്, ഒരു മലക്ക്, ഒരു വലി, ഒരു ശൈഖ്, ദൈനംദിന വിഷയത്തിൽ, അത് അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഏത് വിഷയത്തിലായാലും ശരി ഇടപെടിപ്പിക്കുന്നത് അള്ളാഹുവിനെ മാത്രമായിരിക്കണം, അല്ലാത്ത ഒന്നിനെയും പറ്റൂല. അതാണ് മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കലാണ് അടിസ്ഥാന വിഷയം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ശരീഅത്തിനെയും മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിനെയും പരിഗണിച്ചുകൊണ്ടാണ് ശീഈ മതം ഉണ്ടായത്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അങ്ങ് ഇറാൻ മുതൽ ഇന്ന് ഇങ്ങ് മംഗലാപുരം വരെ നിലനിൽക്കുന്ന ശീഈയത്ത് ഉണ്ടായത് മുഹമ്മദി റിസാലത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. മുഹമ്മദുർ റസൂലാണ് അവർക്ക് വിഷയം. അവരാരും അള്ളാഹുവിനെ എതിർക്കുന്നവരല്ല, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരല്ല. അള്ളാഹുവാണ് ഖാലിഖ്, മാലിക്, റാസിഖ് എന്ന് അപ്പടി വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവരാണ്. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കാരവും നോമ്പും നിലനിർത്തുന്നവരാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഉംറയും ഹജ്ജും നിലനിർത്തുന്നവരാണ്. ഇവരെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ കാഫിരീങ്ങളും മുശ്രിക്കുകളുമായി. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോടൊപ്പം നേരത്തെയുള്ള മതക്കാർ ചെയ്തതുപോലെ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, റിഫായി ശൈഖ്, ഷാദുലി ശൈഖ്, മബർത്ത തങ്ങൾ മുതലായവരെ കൂട്ടുപിടിച്ചു. മറ്റുള്ളവരും ചെയ്ത നേരത്തെ തന്നെയാണ്. എന്താ ജൂതന്മാര് ചെയ്ത ഉസൈർ നമുക്ക് തള്ളാൻ പറ്റും? മതീശിക്കങ്ങളാക്കാൾ വലിയാളല്ലേ ഉസൈർ? ഖുർആനിൽ അള്ളാഹ് എടുത്തു പറഞ്ഞാണല്ലേ, ഖുർആനിൽ അള്ളാഹ് എടുത്തു പറഞ്ഞാണല്ലേ മതീശിക്കങ്ങളെക്കാൾ വലിയ മഹാനല്ലേ ഉസൈർ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുസ്ലിങ്ങളായി നമുക്ക് തള്ളാൻ പറ്റുമോ? ക്രിസ്ത്യാനികൾ ദൈവമായിട്ട് അംഗീകരിക്കുന്നതാക്കിയിട്ട് നമുക്ക് തള്ളാൻ പറ്റുമോ? മുഹമ്മദ് അബ്ദുൽ ഖാദിർ ജീലാനി നമുക്ക് തള്ളാൻ പറ്റുമോ? അദ്ദേഹം പണ്ഡിതനല്ലേ, ബഗ്ദാദിൽ ഒരു വിപ്ലവം ഉണ്ടാക്കിയ ആളല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹിലെ. അവരെ വെച്ചിട്ടാണ് ശിയാക്കൾ കളിക്കുന്നതാക്കിയിട്ട് മതീശിക്കങ്ങളെ തള്ളാൻ പറ്റുമോ നമുക്ക്? പക്ഷെ ഇവിടെ വിഷയം എന്താ? ലാ ഇലാഹ എന്ന കലിമ നമ്മളെ യാഥാർത്ഥ്യമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. എന്റെ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ശരി, ഈസാ നബി എത്ര വലിയ നബി ആയാലും ശരി, അതേപോലെ തന്നെ ഇബ്രാഹിം നബി എത്ര വലിയ നബി ആയാലും ശരി, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ, ആകാശത്തിലും ഭൂമിയിലും റഹ്മത്തായ പ്രവാചകനായാലും ശരി, അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുന്ന വിഷയത്തിൽ ഞാൻ ഇടക്കോട് പോയി നിർത്തുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? അശ്ഹദു, ഞാൻ അള്ളാഹ്ക്ക് കരാർ കൊടുത്തിട്ടുണ്ട്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എന്തൊരു സുന്ദരമാണ് ഇസ്ലാമിന്റെ പ്രമേയം. അള്ളാഹു അല്ലാത്ത ഒരാളെ ഞാൻ ഒരു കാരണവശാലും പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കുകയില്ല എന്ന് ഞാൻ എന്റെ അള്ളാഹ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത ഉറപ്പ് മരിക്കുന്നത് വരെ ലൈവായിട്ട് നിൽക്കണമെന്നാണ് നാം പറയുന്നത്. ഇത് ഏത് സമയത്തും ഡിസ്മിസ് ആവാം, സസ്പെൻഡ് ആവാം. ഞാൻ മുവഹിദാണ്, ഞാൻ തൗഹീദ് പറയുന്നവനാണ്, ഞാൻ തൗഹീദിന്റെ കുടുംബത്തിൽ ജനിച്ചവനാണ്, ഞാൻ ഇത്ര വർഷമായിട്ട് റെസീറ്റ് മെമ്പർഷിപ്പ് കീശിലിട്ട് നടക്കുന്നവനാണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. നിന്റെ തൗഹീദ് ഏത് സമയത്തും ഡിസ്മിസ് ആവാം. ചിലപ്പോൾ നബിയെ കൊണ്ടായിരിക്കാം ഡിസ്മിസ് ആകുക, ചിലപ്പോൾ റസൂലിനെ കൊണ്ടായിരിക്കും നിന്റെ തൗഹീദ് ഡിസ്മിസ് ആകുക, ചിലപ്പോൾ വലിയനെ കൊണ്ടോ ഷെയ്ഖിനെ കൊണ്ടോ ആയിരിക്കും നിന്റെ തൗഹീദ് ഡിസ്മിസ് ആകുക, ചിലപ്പോൾ ജിന്നിനെ കൊണ്ടോ മലക്കിനെ കൊണ്ടോ ആയിരിക്കും നിന്റെ തൗഹീദ് ഡിസ്മിസ് ആകുക. വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടമാണെന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ, മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് കേട്ടോ. ആരെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നത്? മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയാ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് വെച്ചാൽ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഏത് സമയത്തും പാഴാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല രണ്ടാമത്തെ വാക്ക് ഉപയോഗിച്ചത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. പിന്നെ അതിൽ അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അല്ലാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിച്ചു, പക്ഷെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു മൗലാന വന്നിട്ട് ഒരു ഷെയ്ഖിനെ പരിചയപ്പെടുത്തിയപ്പോൾ ആ ഷെയ്ഖിന്റെ പിന്നാലെ പോയി. വേറെ ഏതൊരു മൗലാന വന്നിട്ട് ഒരു മലക്കിനെ പരിചയപ്പെടുത്തിയപ്പോൾ ആ മലക്കിന്റെ പിന്നാലെ പോയി. വേറെ ഏതൊരു ഷെയ്ഖ് വന്നിട്ട് ജിന്നിനെ പരിചയപ്പെടുത്തിയപ്പോൾ ആ ജിന്നിന്റെ പിന്നാലെ പോയി. വേറെ ഏതൊരു ഷെയ്ഖ് വന്നിട്ട് ഒരു ബീവിയെ പരിചയപ്പെടുത്തിയപ്പോൾ ബീവിന്റെ പിന്നാലെ പോയി. വേറെ ഏതോ ഷെയ്ഖ് വന്നിട്ട് ഒരു ബാവയെ പരിചയപ്പെടുത്തിയപ്പോൾ ബാവന്റെ പിന്നാലെ പോയി. ഇസ്തിഖാമത്ത് കിട്ടിയില്ല. അതോടുകൂടി ഒന്നിക്കൽ അവന്റെ തൗഹീദ് ഷഹാദത്ത് ഡിസ്മിസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഷഹാദത്ത് സസ്പെൻഡ് ആയിട്ടുണ്ട്. ആ അവസ്ഥയിൽ അവൻ മരിക്കാൻ ഇടവന്നാൽ വല്ലാഹി അവൻ നരകത്തിൽ കാലാകാലമാണ്. ഖാലിദീന ഫീഹാ. ആ ഇസ്തിഖാമത്തിന് വേണ്ടി അല്ലാഹു തആല തന്ന ഏർപ്പാടാണ് റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഷഹാദ വരുന്നത് റസൂലിനെ നിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിയിൽ അല്ലാഹുവാണ് റബ്ബെന്ന് അംഗീകരിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്, ആദമിന്റെ മക്കൾ.
അവർക്ക് മരിക്കുന്നത് വരെ അത് ലൈവാക്കി നിർത്തണം. അതിനാവശ്യമായ ഏർപ്പാടുമായിട്ടാണ് അല്ലാഹു തആല നബിമാരെ അയക്കുന്നത്. റുബൂബിയ്യത്തിൽ പരിശീലനവും റുബൂബിയ്യത്തിന്റെ തർബിയത്തും കൊടുക്കാനാണ് അല്ലാഹു തആല ആദമിനെ നബിയാക്കിയത്. ഇന്നല്ലാഹ അസ്തഫ ആദം. അത് കഴിഞ്ഞ് ആദമിന്റെ മരണത്തിന് ശേഷം ശീസിനെ നബിയാക്കിയത്, ശീസിന്റെ മരണത്തിന് ശേഷം ഇദ്രീസിനെ നബിയാക്കിയത്. ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനങ്ങൾക്ക് മാറിപ്പോവാൻ പാടില്ല, ഇസ്തിഖാമത്ത് തെറ്റിപ്പോവാൻ പാടില്ല. ഏത് സമയത്തും ശൈത്താൻ ഷെയ്ഖിനെയോ വലിയനെയോ കൊണ്ടുവരാൻ ഇടയുണ്ട്. ഏത് സമയത്തും മലക്കിനെയോ ജിന്നിനെയോ കൊണ്ടുവന്നിട്ട് പിഴപ്പിക്കാൻ ഇടയുണ്ട്. അതിനു വേണ്ടിയിട്ട് അല്ലാഹു തആല ശീസിനെ നബിയാക്കി, റസൂലാക്കിയില്ല. റസൂലാക്കേണ്ട ആവശ്യം ഉണ്ടായില്ല, കാരണം അവരാരും ജാറത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് മൂന്നാമത്തെ ആൾ ഇദ്രീസിന് നബി വന്നു, ഇദ്രീസിനെ നബിയാക്കി, റസൂലാക്കിയില്ല. എന്തുകൊണ്ട്? അവരാരും ജാറത്തിലെത്തിയിട്ടില്ല. സമൂഹം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വന്നു. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹിനെ ഖൗമിലേക്ക് റസൂലാക്കി നാം നിയോഗിച്ചു. എന്തിന്? അപ്പോഴേക്കും ജനം റബ്ബാണ്, അല്ലാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്ന ജനം, അയല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഇറാഖികൾ, അയല്ലാഹ്ക്ക് വേണ്ടി നോമ്പ് നോക്കുന്ന ഇറാഖികൾ, അയല്ലാഹ്ക്ക് വേണ്ടി ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്ന ഇറാഖികൾ, ആ ഇറാഖിലെ ജനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിനോടുകൂടി അവരുടെ മക്കളുണ്ട്, കിതാബുണ്ട്, മുദരിസുണ്ട്, ദർസുണ്ട്, കോളേജുണ്ട്, മദ്രസയുണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. ഒപ്പം ആ നേരത്തെ പറഞ്ഞ ഖുർആനിൽ വിശദീകരിച്ചു പറഞ്ഞ 5 ഔലിയാക്കൾക്ക് ഖബറ് കെട്ടിയിട്ട് ഇലാഹ നടത്തിയുമായിട്ട് അവിടത്തേക്ക് പോയപ്പോൾ അവർ ഷഹാദത്ത് ബാത്തിലാക്കി. അവരെ നിസ്കാരം അല്ലാഹ് പരിഗണിച്ചില്ല, നോമ്പ് അല്ലാഹ് പരിഗണിച്ചില്ല, സക്കാത്ത് അല്ലാഹ് പരിഗണിച്ചില്ല. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹിനെ ആ ഖൗമിലേക്ക് റസൂലാക്കി നിയോഗിച്ചിട്ട് പറഞ്ഞു, അൻ അൻദിർ ഖൗമക, ഓ നൂഹ് നിന്റെ ഖൗമിനെ മുന്നറിയിപ്പ് കൊടുക്കണം, മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം, കടുകടുത്ത ശിക്ഷ വരാൻ പോകുന്നുണ്ട്. അവരാകെ ചെയ്ത തെറ്റ് എന്താണ്? 5 ജാറത്തിൽ ചെന്നിട്ട് ഇലാഹ നടത്തി പറഞ്ഞു. വേറെ ഒരു തെറ്റും ചെയ്തതായിട്ട് ഖുർആനും പറയുന്നില്ല, ഹദീസും പറയുന്നില്ല. അത്ര കടുപ്പുള്ള വിഷയമാണ്. അപ്പൊ ഇസ്തിഖാമത്ത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇടക്കിടക്ക് നമ്മളോട് കരുണ. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിന്റെ ബിഅസത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം നിയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ്, റഹ്മത്തുൽ ലിൽ ആലമീനായിട്ടാണ്. എന്താ കാര്യം? ഏത് സമയത്തും ഷഹാദത്ത് ബാത്തിലാകാം. ഷഹാദത്ത് ബാത്തിലായിട്ട് മരിക്കുകയാണെങ്കിൽ കാലാകാലം നരകത്തിലേക്കാണ്. അതിൽ നിങ്ങളെ കൈപിടിച്ചുയർത്താനാണ് ഞാൻ റസൂൽ നിയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ റസൂലിനെ അംഗീകരിക്കണം. അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ. അത്തിയുല്ലാഹ് ആദർശത്തിൽ അല്ലാഹുവിനെ തീവ്രമായി പിടിച്ചോളണം. വ അത്തിയുർ റസൂൽ അനുഷ്ഠാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെയും പിടിച്ചോളണം. അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ അനുഷ്ഠാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെയും പിടിച്ചോളണം. അല്ലാഹു തആല പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ നമ്മളോട്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദാണ് നിങ്ങളെ റസൂല്. ഇതിന് മുമ്പ് പല റസൂലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഖലത്ത് മിൻ ഖബ്ലിഹി റസൂൽ, പല റസൂലും മുമ്പ് പോയിട്ടുണ്ട്. നിങ്ങളെ റസൂല് മുഹമ്മദാ. അതുകൊണ്ട് വമാ ആതാകുമുർ റസൂൽ ഫഖുദു, നിങ്ങളെ റസൂലായ മുഹമ്മദ് മുസ്തഫ, ആ മുഹമ്മദ് മുസ്തഫ കൊണ്ടുവരുന്നതിന് നിങ്ങൾ പിടിച്ചുകൊള്ളണം. വമാ നഹാകും അൻഹു, ആ പ്രവാചകൻ നിങ്ങളോട് തടയുന്ന കാര്യം അതിനെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊള്ളുകയും ചെയ്യണം. തയ്യാറുണ്ടോ? അല്ലാഹ് ചോദിക്കും നമ്മളോട്. തൗഫീഖ് കിട്ടിയവർ പറഞ്ഞു അല്ലാഹുവിനോട്, തയ്യാറാണ് അല്ലാഹുവേ, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അവിടെയാണ് രണ്ടാമത്തെ ഷഹാദ വരുന്നത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചോളാമെന്ന് അല്ലാഹ് കൊടുത്ത കരാർ. അതെങ്ങനെയാണ് നിങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുക? അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇതാ അനുഗ്രഹമായിട്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ഇത്ര കൃത്യമാണ് വാക്ക്. ലഖദ് മന്നല്ലാഹു, തീർച്ചയായും അല്ലാഹ് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ മേൽ. എന്നിങ്ങനെ ഇത് ബഅസ ഫീഹിം, അവരിൽ അല്ലാഹു തആല അയച്ചു കൊടുത്തിട്ട്, റസൂലൻ മിൻ അൻഫുസിഹിം, അവരെ കൂട്ടത്തിൽ തന്നെ ഒരു റസൂലിനെ അയച്ചു കൊടുത്തിട്ട് അല്ലാഹു തആല അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. എന്താണ് അനുഗ്രഹം? ഹിദായത്ത്, ഇസ്തിഖാമത്ത് ചെയ്യാനുള്ള വഴികൾ ആ പ്രവാചകന്റെ വഴിയിലൂടെ മാത്രമേ നടക്കുള്ളൂ. വേറൊരു വലിയന്റെ പിറകിലൂടെ നടക്കൂല, ഷെയ്ഖിന്റെ പിറകിലൂടെ നടക്കൂല, ഒരു മലക്കിനെ അനുഗമിച്ചുകൊണ്ട് നടക്കൂല, ഒരു ജിന്നിനെ അനുഗമിച്ചുകൊണ്ട് നടക്കൂല, ഒരു ഉസ്താദിനെ അനുഗമിച്ചുകൊണ്ട് നടക്കൂല. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരു തുള്ളി വെള്ളം ഒരു ഈച്ചക്ക്, ഒരു പൂച്ചക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് ഈ റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് അനുസരിച്ചായിരിക്കണം. എന്നാലേ ഹിദായത്ത് ഇസ്തിഖാമത്താവുള്ളൂ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ മുർസലീങ്ങളുടെ റിസാലത്തുമായിട്ട് അഅ്മാലുകളെ ബന്ധിപ്പിച്ചു. നാം അന്ന് പറഞ്ഞു ഒരു മാസം മുമ്പ് ആ ഷഹാദത്തുമായി തൗഹീദുമായി അല്ലാഹു അമലുകളെ ബന്ധിപ്പിച്ച രണ്ട് രീതി പറഞ്ഞു. ഒന്ന്, ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദിനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. അവിടെ തൗഹീദ് അല്ലാഹു തആല കൽപ്പിച്ചു. ഞാനാണ് അല്ലാഹ്, ഞാനല്ലാതെ വേറെ ഒരാളെ പരിഗണിച്ചു പോകരുത്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ അഖിമിസ് സ്വലാത്ത ലിദിക്രി, കൃത്യമായി 5 നേരം നിസ്കരിക്കണം. ആ നിസ്കാരത്തിലൂടെ നിങ്ങൾക്ക് ഇസ്തിഖാമത്തിന്റെ വഴി ഞാൻ ഉണ്ടാക്കി തരാം. നിസ്കാരം എന്തിനു വേണ്ടിയുള്ളതാണ്? ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ളതാണ്. ഇസ്തിഖാമത്ത് എന്തിനുള്ളതാണ്? ഷഹാദത്തിനുള്ളതാണ്. 5 നേരത്തെ നിസ്കാരത്തെ അല്ലാഹ് തർത്തീബാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഷഹാദയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിസ്കാരത്തെ ഫർളാക്കിയിരിക്കുന്നത്. രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞൊരു ആയത്ത് ഞാൻ അന്ന് ഓതിയിട്ടുണ്ടായിരുന്നു. വഖല്ലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. അവിടെയും തൗഹീദുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ച അമല് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാ. വഖല്ലാ റബ്ബുക, നിങ്ങളെ റബ്ബ് തീരുമാനമായിട്ടുണ്ട്. റബ്ബിന്റെ തീരുമാനം ആയിക്കഴിഞ്ഞു. അതിനെപ്പറ്റി ഒരു മുഖാമുഖമോ വാദപ്രതിവാദമോ സംവാദമോ ചർച്ചയോ വേണ്ട. അല്ലാഹ് തീരുമാനിച്ചു കഴിഞ്ഞൊരു വിഷയത്തെ പറ്റി നിങ്ങൾ എന്തിനാണ് മുഖാമുഖവും സംവാദവും നടത്തുന്നത്? അങ്ങ് തീരുമാനമായ വിഷയമാണ്. വഖല്ലാ റബ്ബുക, നിങ്ങളെ റബ്ബ് തീരുമാനം എടുത്തു കഴിഞ്ഞു. അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, ആ അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടിപ്പിച്ചു പോകരുത്. അത് അല്ലാഹുവിന്റെ തീരുമാനിക്കപ്പെട്ട വിഷയമാണ്. ഇനി ആരെങ്കിലും വന്നിട്ട് ചർച്ച ചെയ്തിട്ട് ശരിയാക്കേണ്ട വിഷയമല്ല. അത് മനുഷ്യന്റെ തുടക്കം മുതൽ ഖിയാമത്ത് നാൾ വരെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ തീരുമാനമായ വിഷയമാണ്. അല്ലാഹുവാണ് റബ്ബ്. അതിനാൽ അല്ലാഹുവിന് പകരം വേറെ ആരെയും പറ്റൂല എന്ന കാര്യം അത് നിലനിർത്തിക്കൊണ്ടു പോകണം. അത് ഏത് സമയത്തും പാഴാവാം, ഏത് സമയത്തും ഡിസ്മിസ് ആവാം, ഏത് സമയത്തും സസ്പെൻഡ് ആവാം. ശിർക്കിന്റെ ദലാലത്തിന്റെ വഴിയിൽ കാലാകാലം നരകത്തിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. നീ എത്ര വലിയ തൗഹീദിന്റെ ആളായാലും ശരി, ഏത് സമയത്തും കൈമോശം വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ നിനക്കൊരു അമല് പറഞ്ഞു തരാം. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ചെറിയ വിഷയമല്ല മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്, തൗഹീദിന്റെ ഭാഗമാണ്. തൗഹീദ് നിലനിർത്തിക്കൊണ്ടു പോകാൻ മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖിന് അല്ലാഹു തആല വെച്ച മരുന്നാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. നമ്മെന്ന് പറഞ്ഞു വെച്ച വിഷയമാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഅ്മാലുകൾക്ക് തർത്തീബ് ഉണ്ടാക്കി. അഅ്മാലി തർത്തീബിൽ സമയത്തെയും കാലത്തെയും ബന്ധിപ്പിച്ചു. ആ സമയകാലങ്ങളിൽ 12 മാസത്തെ അല്ലാഹ് പരിചയപ്പെടുത്തി തന്നു. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. 12 മാസത്തെ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വർഷം പൂർത്തിയാകുന്നത് 12 മാസങ്ങളെ കൊണ്ടാണ്. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മാസമാണ്. എവിടെയായാലും അത് നാം ചർച്ച ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. സമയം കളയണ്ട. എവിടെയായാലും, ഭൂമിയിലായാലും ആകാശത്തിലായാലും ബൈത്തുൽ മഅമൂറിലായാലും അതേപോലെ തന്നെ സൗരയൂഥത്തിലെ ഏതെങ്കിലും ഒരു ഗോളം അതായാലും നക്ഷത്രബംഗ്ല എവിടെയായാലും ശരി, വർഷം പൂർത്തിയാകുന്നതിന് 12 മാസമാണ്. ആ 12 മാസത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ദിവസം, ആ ദിവസം വ്യത്യാസമുണ്ട്, മാസത്തിൽ വ്യത്യാസമില്ല. 12 മാസമാണ് എവിടെയായാലും. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ താമസിക്കുന്ന എവിടെയാ? ഭൂമിയിൽ 1000മോ 10000മോ കൊല്ലം കഴിഞ്ഞാലേ അവിടെ ഒരു ദിവസമാവുള്ളൂ. എങ്കിൽ പോകുന്നത് 33ാമത്തെ വയസ്സിലാണ്, വരുന്നത് 33ാമത്തെ വയസ്സിലാണെന്ന് പറഞ്ഞ് എന്താ തെറ്റ്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം താമസിക്കുന്ന സ്ഥലം ചെയ്തിട്ട് പിള്ളേർക്ക് അറിയാലോ. ഈ സയൻസ് പഠിക്കുന്ന പിള്ളേർക്ക്, ഗോളശാസ്ത്രം പഠിക്കുന്ന പിള്ളേർക്ക് അറിയില്ല കാര്യങ്ങളൊക്കെ. ഭൂമിയിൽ 10,000 20,000 കൊല്ലം കഴിയണം ഒരു ദിവസമാകാൻ ചില ഗോളങ്ങൾ. ഒന്നാം സൗരയൂഥത്തിൽ തന്നെ ചില ഗോളങ്ങളിൽ ഇവിടുത്തെ 700 കൊല്ലം കഴിഞ്ഞാലേ ഒരു ദിവസമാകുന്നുള്ളൂ നാം. എങ്കിൽ പിന്നെ അള്ളാഹ് പറഞ്ഞ എന്താണ് അള്ളാഹുവിന്റെ കലാമൊക്കെ? നിങ്ങൾ എന്തിനാണ് ഈ സയൻസിന്റെ പിന്നാലെ പോയിട്ട് തുഴയുന്ന? എന്തിനാണ് മനസ്സിന് രോഗം ഉണ്ടാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ആ 12 മാസങ്ങളിൽ 5 മാസത്തെ അല്ലാഹ് സ്വതന്ത്രമാക്കി വിട്ടു. നിങ്ങൾ ചർച്ച ചെയ്യണ്ട, 5 മാസം നിങ്ങൾ ചർച്ച ചെയ്യണ്ട. കാരണം അനുഷ്ഠാനങ്ങൾക്കോ ആദർശത്തിനോ ബന്ധമില്ലാത്ത 5 മാസങ്ങൾ. ഏതാണത്? സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ. ഈ 5 മാസം ഇസ്ലാമിക ശരീഅത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത മാസങ്ങളാണ്. സഫറിൽ ദീനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയവുമില്ല. റബീഉൽ അവ്വലിൽ ദീനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയവുമില്ല. റബീഉൽ ആഖിറിൽ ദീനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയവുമില്ല.
ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ, ഇതിലൊന്നും ദീനുൽ ഇസ്ലാമുമായിട്ട് ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമില്ല. അതുകൊണ്ട് ഈ 5 മാസങ്ങളെ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ആദരിക്കാനോ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ആദർശിക്കാനോ പറ്റുകയില്ല. ബാക്കി 7 മാസം അനുഷ്ഠാനത്തിന്റെയും ആദർശത്തിന്റെയും മാസമാക്കി അല്ലാഹു പ്രഖ്യാപിച്ചു. അതിൽ ഒന്നാമത്തെ മാസം റജബ് മാസമാണ്. റജബ് മാസം ആദരിക്കാനുള്ളതാണ്, അനുഷ്ഠാനത്തിനുള്ളതല്ല. രണ്ടാമത്തെ മാസം ഷഅബാൻ, ഷഅബാൻ ആദരിക്കുകയും വേണം, അനുഷ്ഠാനങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ മാസം റമളാൻ, ആ റമളാനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ അടിസ്ഥാനപരമായി 4 ഓഹരി വെച്ചു അല്ലാഹു തആല 4 രീതിയിൽ പരിചയപ്പെടുത്തുന്നു. ഷഹ്റു റമളാൻ, പരിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ബഹുമാനമുള്ള ഒരു മാസമാണ് റമളാൻ. അതെ, 12 മാസത്തിൽ അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാസമാണ് റമളാൻ. റമളാനിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? റമളാൻ എന്ന മാസത്തെ പരിഗണിച്ചുകൊണ്ടും ആ മാസത്തെ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് കിതാബിനെ അല്ലാഹു തആല ഇറക്കിയിരിക്കുന്നത്. ഉൻസില ഫീഹിൽ ഖുർആൻ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് ഇറങ്ങിയത് റമളാൻ മാസത്തിലാണ്, റമളാന്റെ ആദ്യത്തെ ഒരു ദിവസം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇൻജീൽ ഇറക്കിയത് റമളാനിന്റെ ആദ്യത്തെ 2ാമത്തെ ദിവസം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏടുകൾ, സുഹഫുകൾ കൊടുത്തത് റമളാൻ മാസത്തില്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ കൊടുത്തതും അത് തുടങ്ങിയതും റമളാനിലാണ്. തെളിവ് ഖുർആൻ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വറഹ്. അല്ലാഹു തആല പറഞ്ഞ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ജനങ്ങൾക്ക് ഹിദായത്തിനും വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഹിദായത്തിനെ വിശദീകരിക്കാനും സത്യാസത്യങ്ങളെ വേർതിരിക്കാനും വേണ്ടിയിട്ടാണ് നാം ഖുർആൻ ഇറക്കിയത്. ആ ഖുർആൻ നടന്നത് റമളാൻ മാസത്തിലാണ് ഇറങ്ങിയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം, വ്യക്തിപരമായ ജീവിത ചരിത്രവുമായിട്ട് റബീഉൽ അവ്വലിന് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് അല്ലാഹു തആല. അവസരം വരുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. റബീഉൽ അവ്വൽ മാസം റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഒരു അമലുമായി ബന്ധപ്പെട്ട മാസമല്ല. ചരിത്രത്തിൽ റബീഉൽ അവ്വലിന് പ്രത്യേകതയുണ്ട്, നാം നിഷേധിക്കുന്നില്ല, ഉറപ്പിക്കുന്നു. ആ പ്രത്യേകതയും ശരീഅത്തുമായിട്ട് റസൂലുള്ളാഹ് ബന്ധിപ്പിച്ചിട്ടില്ല. അതിൽ ഒന്നാമത്തത് റസൂലുള്ളാഹ് ആ മാസത്തിൽ ജനിച്ചു എന്നതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആ മാസത്തെ ജനനവുമായി ബന്ധിപ്പിച്ച് സംസാരിച്ചില്ല, മറിച്ച് തിങ്കളാഴ്ചയാണ് ജനിച്ചത്. ആ തിങ്കളാഴ്ചയെ അല്ലാഹുവിന്റെ റസൂൽ ജന്മവുമായിട്ട് ബന്ധിപ്പിച്ചു, അമലുമായി ബന്ധിപ്പിച്ചു. തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ പറഞ്ഞു. നമുക്ക് ചർച്ച ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത്തെ സംഭവം, മക്കയിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എനിക്കൊന്ന് ഒറ്റക്ക് കഴിയണം, എന്റെ അള്ളാഹുവിനെ എനിക്ക് ഒറ്റക്കൊന്ന് ഇബാദത്ത് ചെയ്യണം, എന്റെ അള്ളാഹുവുമായിട്ട് എനിക്ക് മുനാജാത്ത് ചെയ്യണം. ഈ സാഹചര്യത്തിൽ എനിക്ക് നടക്കുന്നില്ല. കഅബയും കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ പരിപാടിയും നടക്കുന്നു. നിസ്കാരമുണ്ട്, സക്കാത്ത്, ഉംറയുണ്ട്, ഹജ്ജും ഉണ്ട്, ഒപ്പം തോന്നിവാസങ്ങൾ അതും ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്, ഇന്നത്തെ കാലഘട്ടം പോലെ. അതുകൊണ്ട് എനിക്ക് ശരിയാകുന്നില്ല ഖദീജ, ഞാൻ പോവാണ്. എങ്ങോട്ടാ? ഞാൻ ആ പർവ്വതത്തിന്റെ ഗുഹയിൽ പോവുകയാണ്. അവിടെ നല്ല സൗകര്യമുണ്ട്. ഹിറാ പർവ്വതത്തിന്റെ ഗുഹ തിരഞ്ഞെടുത്തു റസൂലുള്ളാഹ്. ആ ഗുഹയിലെ കശ്മീറുകൾക്ക് പോകുന്നത് ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ്. 6 മാസക്കാലം പോവുകയും വരികയും ചെയ്തു. 6ാമത്തെ മാസം റമളാൻ. ആ റമളാൻ മാസത്തിലാണ് ആ വെച്ച് ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖിനെ കാണുന്നതും ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് മാലം യഅലം വരെയുള്ള ആയത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അതാണ് തുടക്കം. ബദഉൽ വഹിയിൽ വളരെ വിശാലമായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ചർച്ച ചെയ്തിട്ടുണ്ട്.
റബീഉൽ അവ്വലിലുള്ള മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? അഷ്റഫുൽ ഖൽഖ് മക്ക വിട്ട് മദീനത്തേക്ക് ഹിജ്റ പോകുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. നാലാമത്തെ പ്രത്യേകത അഷ്റഫുൽ ഖൽഖ് വഫാത്താകുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ വിഷയങ്ങളൊന്നും അഷ്റഫുൽ ഖൽഖായ തങ്ങൾ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഒരു അമലോ ഒരു ദിക്റോ ഒരു ദുആവോ ഒരു യാസീനോത്തോ ഒരു സലാത്തോത്തോ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തി ജീവിതം ഹബീബി റിസാലത്തിന്റെ കയ്യൊപ്പോടെ അനുവദിച്ചു തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുകയില്ല. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റമദാൻ മാസത്തിന്റെ പ്രത്യേകതയായി ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കുന്നത് അത് റമദാനിലായിരിക്കണം എന്ന് അല്ലാഹുക്ക് നിർബന്ധമുണ്ടായി. റമദാനിലായിരിക്കണമെന്നോ? റമദാൻ നേരത്തെ ഉള്ളതാണ്, നോമ്പ് പിന്നെ വരുന്നതാണ്. റമദാൻ നേരത്തെ ഉള്ളതാണ്, ഖുർആൻ ഇറങ്ങൽ പിന്നെ വരുന്നതാണ്. ഇവിടെ റമദാൻ മാസത്തിന്റെ പ്രത്യേകത പറയുന്നത് ശ്രദ്ധിക്കണം. അത് നോമ്പുള്ളത് കൊണ്ട് റമദാൻ പ്രത്യേകമായതല്ല, ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് റമദാൻ പോരിശയായതല്ല. റമദാൻ ഓൾറെഡി അള്ളാഹുവിന്റെ ദർബാറിൽ പോരിശയാക്കപ്പെട്ട മാസമാണ്. അതാണ് എന്ന് നമ്മളെ അറിയിക്കാൻ അല്ലാഹു തആല തെളിയിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട്. ആ റമദാനിൽ അല്ലാഹു തആല ഖുർആൻ ഉദ്ഘാടനം ചെയ്തു. ആ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോക്കാനുള്ള കൽപ്പനയുണ്ടാക്കി. അതുകൊണ്ടാണ് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, ആ മാസത്തിൽ നിങ്ങൾ നാട്ടിൽ ഹാജറുണ്ടെങ്കിൽ ഫൽയസും, നോമ്പ് നോറ്റുകൊള്ളുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. മൂന്നാമതായിട്ട് നടക്കുന്ന വിഷയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല 15 കൊല്ലമായി അഷ്റഫുൽ ഖൽഖ് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്. 15 വർഷമായി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 15 വർഷമായി ഏതാണ്ട് 100-500 ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നിരിക്കുകയാണ്. ഈ 15 വർഷക്കാലം മുഹമ്മദ് മുസ്തഫ ചെയ്ത പരിശ്രമത്തിന്റെ റിസൾട്ട് അതെന്തായി എന്നറിയാൻ അല്ലാഹു തആല ബദർ ഉണ്ടാക്കിയത് റമദാൻ മാസത്തിലാണ്. ബദർ ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ്? കാഫിറുകളെ കൊല്ലാനോ? കാഫിറുകളെ കൊല്ലാൻ അല്ലാഹുക്ക് ബദർ വേണോ? നൂഹ് നബിന്റെ ഖൗമിനെ അല്ലാഹു തആല നശിപ്പിച്ചത് ബദർ ഉഹദ് ഉണ്ടാക്കിയിട്ടാണോ? ഇബ്രാഹിം നബിന്റെ നമ്രൂദിന്റെ ഖൗമിനെ നശിപ്പിച്ചത് ബദർ ഉഹദ് ഉണ്ടാക്കിയിട്ടാണോ? ഫറോവ സമൂഹത്തെ നശിപ്പിച്ചത് ബദർ ഉഹദ് ഉണ്ടാക്കിയിട്ടാണോ? ജൂത സമൂഹത്തെ അല്ലാഹു കൈകാര്യം ചെയ്തത് ബദർ ഉഹദ് ഉണ്ടാക്കിയിട്ടാണോ? പിന്നെ അഷ്റഫുൽ ഖൽഖിന് മാത്രം എന്തിനാ കാഫിറുകളെ നശിപ്പിക്കാൻ ബദർ ഉഹദും? ആ അല്ലാഹുക്ക് കഴിവില്ലേ? ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് സമൂഹത്തെ നശിപ്പിച്ച അല്ലാഹു ഇല്ലേ? ഇറമ ദാത്തിൽ ഇമാദ്, ഇറമ സമൂഹത്തെ നശിപ്പിച്ചത് അല്ലാഹു അല്ലേ? വസമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ്, സമൂദ് വർഗ്ഗത്തെ നശിപ്പിച്ചത് അല്ലാഹു അല്ലേ? വഫിർഔന ദിൽ ഔതാദ്, ഫിറൗന നശിപ്പിച്ചത് അല്ലാഹു അല്ലേ? ആ അല്ലാഹുക്ക് അറിയില്ലേ ഖുറൈശികളെ കൈകാര്യം ചെയ്യാൻ? ആ അല്ലാഹുക്ക് അറിയില്ലേ അബൂജഹലിനെ കൈകാര്യം ചെയ്യാൻ? അല്ലാഹുക്ക് താക്കത്തില്ലേ, ഖുദ്റത്തില്ലേ ഉത്ബത്തിനെയും ശൈബത്തിനെയും വലീദിനെയും കൈകാര്യം ചെയ്യാൻ? എന്തിനാ അല്ലാഹു തആല ബദർ വെച്ചത്? അതെ, അല്ലാഹുക്ക് കാഫിറുകളും മുശ്രിക്കുകളും അല്ല അവിടെ വിഷയം. അവിടെ വിഷയം മുഹമ്മദുർ റസൂലുള്ളാഹിയും ഒന്നിച്ചുള്ള സഹാബാക്കളും എത്രത്തോളം തൗഹീദ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിക്കാനാണ്. ഇതിനാണ് ബദർ ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവസരം തന്നാൽ നോക്കട്ടെ, ഈ ഞായറാഴ്ച മറ്റന്നാൾ ഞായറാഴ്ച നോമ്പ് തുറയും നസീഹത്തും ഒക്കെയാണ്. നമുക്ക് പറ്റുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയം ഞായറാഴ്ച അല്ലാഹു ആഫിയത്ത് തന്നെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. നാലാമത്തെ വിഷയം റമദാനുമായി ബന്ധപ്പെട്ടത് ഫീഹി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. അതും അല്ലാഹു തർത്തീബാക്കിയത് റമദാൻ മാസത്തിലാണ്. സമൂഹത്തിന് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു ദിവസത്തെ അല്ലാഹു തആല ഏർപ്പാടാക്കുന്നുണ്ട്. റമദാൻ മാസത്തിലാണ് അത് ലൈലത്തുൽ ഖദ്ർ. തീരുമാനമെടുക്കുന്ന രാത്രി. ഇന്നാ അൻസൽനാഹു والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم. സകല വിഷയങ്ങൾക്കും ഒരു വർഷത്തേക്ക് തീരുമാനമെടുക്കുന്നത് അന്നത്തെ ദിവസമാണെന്ന് സൂറത്തുൽ ദുഖാൻ. അല്ലാഹു നേരത്തെ അവന്റെ ദർബാറിൽ ഇറാദ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന വിഷയം, ഇറാദ ചെയ്തു വെച്ചിരിക്കുന്ന വിഷയം അത് അല്ലാഹു തആല മശീഅത്തുമായിട്ട് ഒരു കൊല്ലത്തേക്ക് കണക്ട് ചെയ്യുന്നത് ഈ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10-ലാണ്. അതും റമദാനിലാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞത് അടിസ്ഥാനമാണ്. ബാക്കി നിങ്ങൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. റമദാനെ പറ്റി, ഖുർആനെ പറ്റി, ലൈലത്തുൽ ഖദ്റിനെ പറ്റി ഉലമാക്കൾ നിങ്ങൾക്ക് നിരന്തരം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയങ്ങളെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഷഹാദത്തുമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ഊന്നി പറയാൻ കാരണം അതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഷഹാദത്തിന് ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു തആല ഇൽമിൽ ഒരുപാട് ബർക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ രോഗികളോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ ചിലർ ആശുപത്രികളിലാണ്, ചിലർ വീടുകളിലാണ്. വലിയവരുണ്ട്, ചെറിയവരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളും ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. അസ്ബാബുകളെ പരിഗണിക്കാതെ അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഇടപെടുകയും ആ രോഗികൾക്ക് അവരാരും അറിയാത്ത രീതിയിൽ അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് സുഖമാക്കി കൊടുക്കുകയും ആഫിയത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. ഒരു ജലദോഷം കൊണ്ട് പോലും പരീക്ഷിക്കാതെ അള്ളാഹു നമ്മളെ കാക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരോട് അള്ളാഹു താല കരുണ കാണിക്കട്ടെ. നമ്മുടെ ഉപ്പമാരും ഉപ്പപ്പമാരും ഉമ്മമ്മമാര്, ജഠാനുജന്മാര്, പെങ്ങന്മാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, വേണ്ടപ്പെട്ടവർ, കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ബർസഖിൻ്റെ ലോകത്താണ്. എല്ലാം ബർസഖിൻ്റെ ലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല റാഹത്തിലും സന്തോഷത്തിലുമാണ്. മറ്റു ചിലർ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിൽ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു സകല പ്രശ്നങ്ങളെയും പരിഹരിച്ച് അള്ളാഹു അടുത്ത് കഴിച്ചു കൂട്ടുന്ന ആ നല്ലവരെ കൂട്ടത്തിൽ നമ്മുടെ ഈ വേണ്ടപ്പെട്ടവരെയൊക്കെ അള്ളാഹു താല ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ മരിച്ച നാളെ ബർസഖിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലാനും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ന്യൂനപക്ഷത്തോടൊപ്പം ചേരാനും സന്തോഷിക്കാനും എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമുക്കത് മനസ്സിലാക്കി തരികയും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂൽ മുർത്തദ وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه عشرا اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم انا نسأل خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنه وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والغزاة والزوار والغزاة والمسافرين والمجاهدين في سبيلك صادقين والدين في برك وبحرك وجوفك أجمعين يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.